ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ പുതുമകളുമായി ഗ്രീൻ കേരള എക്സ്പ്രസ് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ എപ്പിസോഡിൽ വിധികർത്താക്കളായി നമ്മളോടൊപ്പം ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ശങ്കർ റാം, മിസ് നിർമ്മല സാനു, ശ്രീമതി ഉഷ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചൂർണിക്കര പഞ്ചായത്തിനെ. എറണാകുളം ജില്ലയിലെ ചൂർണിക്കര പഞ്ചായത്തിനെ സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിനെ പ്രതിനിധാനം ചെയ്ത പ്രസിഡന്റ് ശ്രീ കെ അലിയാർ, ശ്രീ സേവിയർ പുൽപ്പാട്ട്, ശ്രീമതി ഗ്രേസി മത്തായ്, ശ്രീമതി അച്ചാമ ടീച്ചർ, ശ്രീമതി സഫിയ ടീച്ചർ. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. സാർ, നമുക്ക് എങ്ങനെയാണ് ഈ പഞ്ചായത്തിനെ ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. പ്രസിദ്ധമായ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്താണ് ചൂർണിക്കര. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഓട് വ്യവസായ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതും ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിലാണ്. വികസനം എന്നത് കേവലം റോഡുകളുടെയോ പാലങ്ങളുടെയോ ബിൽഡിങ്ങുകളുടെയോ മാത്രമല്ല, ആ പഞ്ചായത്തിനകത്ത് താമസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സാമ്പത്തികമായ അഭിവൃദ്ധിയുമാണ് വികസനം എന്ന് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ പുതിയ സമവാക്യങ്ങൾ തീർക്കുകയാണ്. എന്താണെങ്കിലും ഈ ഗ്രാമപഞ്ചായത്ത് കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ട് മുനിസിപ്പാലിറ്റികൾക്കിടയിലുള്ള ആലുവ മുനിസിപ്പാലിറ്റിക്കും കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്കും ഇടയിലുള്ള ഒരു കുഞ്ഞു ഗ്രാമപഞ്ചായത്തിലാണ്. നന്മകൾ മാത്രം കാത്തുസൂക്ഷിക്കുന്ന ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലേക്ക്. യൗവനം വിട്ടിട്ടില്ല ഈ പഞ്ചായത്തിന് ഇപ്പോഴും. ആകെ 41 വയസ്സ് മാത്രമേ ഈ ചൂർണിക്കര പഞ്ചായത്തിനുള്ളൂ. പിന്നെ മാത്രമല്ല, ഒരു കുട്ടി പഞ്ചായത്താണ്. ആകെ ഇതിന്റെ വിസ്തീർണം 11 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ യാത്ര ചൂർണിക്കരയുടെ ഗതകാലം തേടിയുള്ള ഒരു യാത്രയാണ്. ഇവിടെ ചുരുളഴിയുന്ന കഥകൾ എത്രയാണ്. ഇത് കാലം ചൂർണിക്കരയ്ക്ക് വേണ്ടി അവശേഷിപ്പിച്ചു പോയ സ്മാരകശില. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഒരു കാലത്ത് ചൂർണിക്കരയുടെ അഭിമാനമായിരുന്നു ഈ ഓട് കമ്പനി. 1919 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണസമയത്താണ് ഈ ഓട് കമ്പനി നിലവിൽ വന്നത്. ഇവിടെ നിന്ന് ഓടുകൾ ശ്രീലങ്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു അത്രേ. ഏതാണ്ട് 400ഓളം പേർക്ക് സ്ഥിരം ജോലി, അതിലധികം പേർക്ക് കോൺട്രാക്ട് എംപ്ലോയ്മെന്റ് നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്രേ ഇത്. അപ്പോൾ പിന്നെ ഒരു നാടിന്റെ സാമ്പത്തിക സ്രോതസ്സാകുന്നതിൽ ഒരു അത്ഭുതവുമില്ല അല്ലേ. യാന്ത്രികതയോട് ഇത്രയും അടുത്ത് നിൽക്കുമ്പോഴും ഈ ഗ്രാമം നന്മകൾ കൈവിടുന്നില്ല. ഒരു കൈക്കുടന്ന നിലാവ് പോലെ നന്മയും വിശുദ്ധിയും ഈ ഗ്രാമത്തിന് എന്നും സ്വന്തം. സർ, ചൂർണിക്കരയുടെ വികസനത്തിന്റെ മുഖം അതെങ്ങനെയാണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ പൊതുവായ ആവശ്യം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ആദ്യമായി പഞ്ചായത്തിനകത്തൊരു ബെഞ്ച് മാർക്കിംഗ് സർവേ നടത്തി. ആ സർവേയിൽ കൂടി കണ്ടെത്തിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വികസന പ്രക്രിയയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. ആ സർവേയിൽ ഞങ്ങളെ മനസ്സിനെ ഏറെ സ്പർശിച്ച ഒരു കാര്യമാണ് മാനസിക വൈകല്യം അനുഭവിക്കുന്ന കുട്ടികളുടെ പുനരധിവാസം എന്നുള്ളത്. അത് വളരെ നല്ല രീതിയിൽ അതിനെ സാംശീകരിക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടിയുള്ള വളരെ നിതാന്തമായ ഒരു ശ്രദ്ധ ഈ ഗ്രാമപഞ്ചായത്ത് പുലർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂള്
ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാനും ആ സർവേയിൽ കൂടി ഏതാണ്ട് 53ഓളം വൈകല്യം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിച്ചു. ഞങ്ങളുടെ ശ്രമഫലമായിട്ട് ഇപ്പോൾ 23ഓളം ആളുകൾ, കുട്ടികളടക്കമുള്ളവർ അവിടെ പഠന കേന്ദ്രം എന്ന നിലയ്ക്ക് അതിനു വേണ്ടി തന്നെ ഒരു സ്കൂൾ ഞങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ എന്താണെങ്കിലും ഈ ഗ്രാമപഞ്ചായത്ത് വികസിപ്പിച്ച വികസനത്തിന്റെ കാഴ്ചകളിലൂടെ വെറും കോൺക്രീറ്റ് ബ്ലോക്കുകളും മൾട്ടിപ്ലക്സുകളും മാത്രമല്ല വികസനത്തിന്റെ മാറുന്ന മുഖം. ചൂർണിക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് മാനുഷികമായ മറ്റൊരു തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ഇവിടുത്തെ ബഡ് സ്കൂൾ ഇവിടുത്തെ മാറ്റത്തിന്റെ മറ്റൊരു മുഖമാകുന്നത്. നല്ല സമയത്താണ് എൻ്റെ വരവ്. ഞാനിപ്പോൾ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിലാണ് നിൽക്കുന്നത്. ലഞ്ച് ടൈമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ഫുഡ് ലഞ്ചിനുള്ളത് നോക്കാം. എടുത്തോട്ടെ. നല്ല അസല് പയറ് തോരനുണ്ട്, കീരക്കറിയുണ്ട്, ലാലേട്ടനല്ലേ ഇഷ്ടം? സമ്മതിച്ചല്ല, ഇഷ്ടപ്പെട്ട സിനിമ താളോട്ടം അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കാണുന്ന കിനാവുകളെക്കാൾ ഏറെ ഭംഗിയുണ്ട് ഇവരുടെ കിനാവുകൾക്ക്. നമ്മൾ അറിയുന്ന ലോകത്തിനേക്കാൾ ഏറെ ചന്തമുണ്ട് ഇവരുടെ ലോകത്തിന്. നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ ഏറെ അർത്ഥപൂർണവും ഭാവഗരിമയും ഉള്ളതാണ് ഇടമുറിഞ്ഞു വരുന്ന ഇവരുടെ ഈ വാക്കുകൾ. ഇവരെക്കുറിച്ച് നമുക്ക് ഇവരുടെ ടീച്ചറിനോട് തന്നെ ചോദിക്കാം. ഇത് ബർഫി ടീച്ചർ. 18ഓളം കുട്ടികൾക്ക് അമ്മയായും ചേച്ചിയായും സഹോദരിയായും ഒക്കെ പല പല റോളുകളാണ് ടീച്ചർക്ക് ഇവിടെ. കാരണമുണ്ട് ഇത് പ്രത്യേകിച്ച് പറയാൻ. നമ്മൾ അറിയാത്ത ഒരു ലോകത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും, നമ്മൾ അറിയാത്ത ഒരു ലോകത്തിൻ്റെ സന്തോഷവും സങ്കടവും സന്താപവും ഒക്കെ ഒരു ബ്ലോട്ടിംഗ് പേപ്പറെ പോലെ, ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്നോണം ഈ ടീച്ചർ ഹൃദയത്തിലേക്ക് ഒപ്പിയെടുക്കുന്നു. ബർഫി ടീച്ചറെ, എങ്ങനെയാണ് ഈ ടീച്ചർ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അവരുടെ രീതികൾ എങ്ങനെയാണ്? ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock ആണ്. ഇവിടുന്ന് തന്നെ ബസ് പോയി എല്ലാ കുട്ടികളെയും കളക്ട് ചെയ്ത് 10 ആകുമ്പോഴത്തേക്കും വരും. ദെൻ അവർക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. അതിനുശേഷം റിലാക്സിങ് ആണ്. കുട്ടികളോട് എന്താണ് കഴിച്ചത്, എങ്ങനെ, എന്താണ് അച്ഛനും അമ്മ എന്ത് പറഞ്ഞു വീട്ടിലേക്ക് വിട്ടപ്പോൾ, അങ്ങനെയൊക്കെ ചെറിയൊരു സംഭാഷണം തുടങ്ങും. അതിനുശേഷം അറ്റൻഡൻസ്, ദെൻ ക്ലാസ്. അവർക്ക് ഓരോ പിള്ളേർക്കും അവരുടെ രീതിയിൽ അനുസരിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്. ടീച്ചർ എന്തൊക്കെയാവും ക്ലാസ്സിൽ പഠിപ്പിക്കുക? അത് ഓരോ കുട്ടിയെ അസസ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജ് പോലെ അവനവന്റെ പ്ലസും മൈനസും അറിഞ്ഞുള്ള ഒരു പഠന രീതി. അതെ, അതുപോലെ ആയിരിക്കും. അപ്പോൾ ഒരു കുട്ടീനെ പഠിപ്പിക്കുകയാണ്, അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ അറിയില്ലെങ്കിൽ അതായിരിക്കും ആദ്യം പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ ഡെയിലി ലിവിങ് സ്കിൽസിൽ നമ്മളൊരു സാധാരണ വ്യക്തി ആകുമ്പോൾ ആദ്യം അതുപോലെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ അതൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ആദ്യം ട്രെയിൻ ചെയ്യുന്നത്. അതിന് നന്നായി തന്നെ പാരന്റ്സും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സൗജന്യമായിട്ടല്ലേ പിക്കപ്പും ഡ്രോപ്പും, അതുപോലെ ആഹാരം എല്ലാം സൗജന്യമായിട്ടല്ലേ നടത്തുന്നത്? ഒരു കാര്യം വളരെ ശരിയാണ്. ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞതുപോലെ എഞ്ചുവടി കണക്കുകളോ മനപ്പാടമോ ഗൃഹപാഠമോ അല്ല ജീവിതത്തിലെ വിജയത്തിന് അത്യാവശ്യം എന്നുള്ള തിരിച്ചറിവാണ് ഈ പഞ്ചായത്തിനെ മുന്നിലേക്ക് നയിക്കുന്നത്. അവരവർക്ക് വേണ്ടുന്നത് അവരവർക്ക് അർഹിക്കുന്ന രീതിയിൽ. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ അവർ പറയുന്ന ഒരു ഫാക്റ്റാണ് അവരുടെ ബഡ് സ്കൂൾ. എന്താണെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ ഒരുപാട് പേരാണ്. പഞ്ചായത്ത് നടത്തിയ ഒരു സർവേ പ്രകാരം ഏതാണ്ട് 52ഓളം കുട്ടികൾ ബഡ് സ്കൂളിൻ്റെ പ്രത്യേക കെയർ അർഹിക്കുന്നുണ്ടെന്നാണ്. എന്താണെങ്കിലും ഈ ബഡ് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായ അനീസയുടെ ബാപ്പ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട്. കൊല്ലങ്ങളായി